ഭൂമിയുടെ കിടപ്പിന് അനുസൃതമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. പൂത്താട്ടുകുളത്തിനടുത്ത് പുതുവേലിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ ഉടമസ്ഥൻ പ്രവാസിയായ ശ്രീ പുള്ളനാക്കുന്നേൽ ബിജുവാണ്. പ്രധാന റോഡിൽ നിന്ന് ഉൾവലിഞ്ഞ് തലയെടുപ്പോടെ വിരാജിക്കുന്ന ഈ വീടിനെ ഭൂമിയുടെ മനസ്സറിഞ്ഞ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഗൈഡ് ലൈൻ ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ സാരഥിയും ഡിസൈനറുമായ ശ്രീ കെ അനിൽകുമാറാണ്. പാരമ്പര്യ ശൈലിയുടെ തലയെടുപ്പോടെ നിലകൊള്ളുന്ന ഈ വീടിന് പുതുമ പകരുന്നതും മുഖപ്പുകളുടെ ഭാവനാപരമായ വിന്യാസമാണ്. ഓരോ ആംഗിളിലും ജ്യാമിതീയ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഈ വീട് ആസ്വാദ്യകരമായ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് സമ്മാനിക്കുക. പ്രധാന റോഡിൽ നിന്നും ഉയരത്തിലായി നിലകൊള്ളുന്ന ഈ വീട് എലിവേഷൻ സൗന്ദര്യം കൊണ്ടാണ് നമ്മളെ സ്വാഗതം ചെയ്യുക. മുഖപ്പുകളുടെ കാവ്യാത്മകത എലിവേഷനിൽ നിറച്ചാണ് ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഭംഗി നിർണയിച്ചിരിക്കുന്നത്. ഫ്രണ്ട് എലിവേഷനോട് ഇണങ്ങി നിൽക്കുന്ന വിധത്തിലാണ് കാർപോർച്ചിന്റെ ഡിസൈൻ. വിശാലമായ കാർപോർച്ചിന് മനോഹാരിത പകരുന്നുണ്ട് തലയെടുപ്പ് പകരുന്ന ചതുരത്തൂണുകൾ. കാർപോർച്ചിന് അലങ്കാരമാകുന്ന ചതുരത്തൂണുകളുടെ തുടർച്ചയാണ് മനോഹാരിത പ്രകടമാക്കുന്ന ഫ്രണ്ട് സിറ്റൗട്ടിലും നമുക്ക് കാണാൻ സാധിക്കുക. നീളൻ വരാന്തയുടെ ഒരറ്റത്തായാണ് ചാരുപടിയോടുകൂടിയ ഇരിപ്പിട സംവിധാനം നൽകിയിട്ടുള്ളത്. നീളൻ ജനാലകളോട് ഇണങ്ങി നിൽക്കുന്ന വിധത്തിലാണ് പ്രധാന വാതിലിന്റെ സ്ഥാനം. MC റോഡിൽ നിന്ന് ഏതാണ്ട് 35 അടിയോളം ഉയരത്തിലാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. ഇത് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ളൊരു വീടാണ്. ഇതിൻ്റെ എലിവേഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഡബിൾ ഹൈറ്റ് തോന്നുന്ന രീതിയിൽ മുഖപ്പോടുകൂടി നല്ല തലയെടുപ്പോടു കൂടി ഇരിക്കുന്നൊരു എലിവേഷനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സിറ്റൗട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് റോഡിലെ കാഴ്ചകൾ മുഴുവൻ കാണാൻ പാകത്തിന് ഉള്ള ഒരു വരാന്തയും സിറ്റൗട്ടും, അതുകൂടാതെ ഡ്രോയിങ് റൂം, ഡൈനിങ് റൂം, ലിവിങ് സ്പേസ്, 3-4 ബെഡ്റൂം, അങ്ങനെ. പിന്നെ അതുകൂടാതെ കൂടുതലും തടിയിലാണ് ഇതിൻ്റെ നിർമ്മാണം കൂടുതൽ ചെയ്തിരിക്കുന്നത്. കൂടുതലും തേക്കുംതടി ഉപയോഗിച്ച് ഉള്ളൊരു നാടൻ രീതിയിലുള്ളൊരു വർക്കാണ് ഇതിന് കൂടുതൽ ചെയ്തിരിക്കുന്നത്. പ്രധാന വാതിൽ തുറന്ന് നാം കാലെടുത്ത് വയ്ക്കുക ഫോർമൽ ലിവിങ്ങിലേക്കാണ്. സ്പേസിനെ ഏറെ ഭാവനാ മികവോടെയാണ് ഡിസൈനർ അനിൽകുമാർ ഇവിടെ ഉപയോഗപ്രദമാക്കിയിരിക്കുന്നത്. തടിയുടെ ചിത്രപ്പണി അലങ്കാരമാക്കുന്ന ഫാൾ സീലിംഗ് ആണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. ലിവിങ്ങിന്റെ ഒരു ഭിത്തി വാൾപേപ്പർ നൽകിയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. തടിയോട് ഈ വീട് കാണിക്കുന്ന ഇഷ്ടക്കൂടുതലിന് ഒരാമുഖം പകരുന്നുണ്ട് ഫോർമൽ ലിവിംഗ്. ഫോർമൽ ലിവിംഗിൽ നിന്ന് നാം നേരെ പ്രവേശിക്കുക വിശാലമായ ഡൈനിങ് കം ഫാമിലി ലിവിങ്ങിലേക്കാണ്. ഹൃദ്യമായ നീഷുകളുടെ അകമ്പടിയോടെ തടിയുടെ പാർട്ടീഷൻ ഒരുക്കിയാണ് ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത്. ഇവിടെ തടിയുടെ കുലീന ഭംഗിയെ ഹൃദയഹാരിയായി നിലനിർത്താൻ ഡിസൈനർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീടിൻ്റെ ഉടമസ്ഥനായ ബിജിച്ചേട്ടൻ എന്നോട് സംസാരിച്ചപ്പോൾ ഒറ്റനില വീട് ആയിട്ട് കാഴ്ചയിൽ ഒരു 2 നിലയുടെ ലുക്ക് വരുന്ന രീതിയിൽ ഒരു ഒറ്റനില വീടാണ് താല്പര്യം എന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് ലാൻഡ് ലെവൽ ചെയ്ത് പടിഞ്ഞാറ് ദർശനമായിട്ട് ഇങ്ങനെ ഒരു ഐഡിയ ഞങ്ങൾ പ്ലാൻ ചെയ്യുക. അതനുസരിച്ച് ഉള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ കൂടുതലും നടത്തിയിരിക്കുന്നത്. മാക്സിമം സ്ഥലം ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ചെയ്തിരിക്കുന്നത്.
പിന്നെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു എലിവേഷൻ്റെ ആ ഒരു ഹൈറ്റ് വ്യത്യാസം, മുഖപ്പ്, അതെല്ലാം വളരെ തലയെടുപ്പോട് കൂടിയിട്ടുള്ള ഒരു എലിവേഷനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഫോർമൽ ലിവിംഗിൽ നിന്ന് നാം നേരെ പ്രവേശിക്കുക ഡൈനിങ് ഏരിയയിലേക്കാണ്. 6 പേർക്ക് ഒരേ സമയം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന വിധത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിന്റെ ഒരു വശം ചേർന്ന് സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ക്രോക്കറി ഷെൽഫിന്റെ സ്ഥാനം. ഡൈനിങ്ങിൽ നിന്ന് ഉൾവലിഞ്ഞു നിൽക്കുന്ന വിധത്തിലാണ് വാഷ് ബേസിൻ ഏരിയ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് കിടപ്പറയിലേക്കും അടുക്കളയിലേക്കും ഫാമിലി ലിവിംഗിലേക്കുമെല്ലാം പ്രവേശന വഴി ഒരുക്കിയിട്ടുള്ളത്. ഒരു ഭിത്തി ടോൺ ക്ലാഡിംഗ് നൽകി ഹൈലൈറ്റ് ചെയ്ത് പർഗോള ബീമൊരുക്കിയാണ് ഇവിടുത്തെ ബ്യൂട്ടി സ്പേസ് നൽകിയിട്ടുള്ളത്. പാരമ്പര്യ ഭംഗി നിറഞ്ഞ ഫർണിച്ചറുകളാണ് ഫാമിലി ലിവിംഗിന്റെ ആകർഷണം. ഒരു ഭിത്തി വാൾപേപ്പർ നൽകി ഹൈലൈറ്റ് ചെയ്താണ് TV സ്പേസ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഇരിക്കുമ്പോഴാണ് ഉടൻ പാർട്ടീഷന്റെ ഭംഗി നമ്മുടെ ഹൃദയം തൊടുക. ഇവിടെ നിന്നാണ് 2 കിടപ്പറകളിലേക്ക് പ്രവേശനം നൽകിയിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്ന് ക്രോക്കറി ഷെൽഫിന്റെ ഭംഗി നുകർന്നു വേണം നമുക്ക് ആധുനിക ഭംഗി നിറച്ച അടുക്കളയിലേക്ക് പ്രവേശിക്കാൻ. യു ഷേപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന അടുക്കള ഒരേ സമയം സ്റ്റോറേജ് സ്പേസിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 4 കിടപ്പറകളാണ് ഈ വീടിനുള്ളത്. വ്യത്യസ്തമായ വാൾപേപ്പർ നൽകിയാണ് ഈ 4 കിടപ്പറകളിലേക്കും കളർ തീം രൂപപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകം ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുള്ള ഈ കിടപ്പറകളെല്ലാം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം സംവിധാനത്തോടെ നിർമ്മിച്ചിരിക്കുന്നവയാണ്. ഭൂമിയുടെ കിടപ്പിനനുസൃതമായി വീട്ടുകാരുടെ മനസ്സറിഞ്ഞ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ വീട് ഡിസൈനർ അനിൽകുമാറിന്റെ ഡിസൈൻ പ്രത്യേകതകളുടെ വലിയൊരു ക്യാൻവാസ് കൂടിയാണ്.